ദൂതന്റെ സാന്നിധ്യമുള്ള ഭവനമാണ് ഈ ബെത്ലഹേമിലെ കുടുംബം. ദൂതന്റെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. യൗസേപ്പിന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ വരുന്നുണ്ട്. മറിയത്തിന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ വരുന്നുണ്ട്. ദൂതന്റെ ഇടപെടൽ. ആരാണ് ദൂതൻ? ദൈവത്തിന്റെ സന്ദേശം ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടവരോടും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവജനത്തോടും പറയുന്നവരാണ് ദൂതൻ. അപ്പൊ യൗസേപ്പും മറിയാമും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. ഞാനും നിങ്ങളുമൊക്കെ പ്രിയപ്പെട്ടവരെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ. മറിയത്തോട് ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, നിന്നെ ഉത്പാദിതമാകുന്ന പരിശുദ്ധാത്മാവിന നീ അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. മറിയത്തോട് പറഞ്ഞു, ദൈവം നമ്മോട് കൂടെ ഉണ്ട്, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. പ്രിയപ്പെട്ടവർ, ഈ ക്രിസ്മസിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നാം ഓരോരുത്തരോട് പറയുകയാണ്, ദൈവം നിങ്ങളോട് കൂടെ. ഒരു കാര്യമുണ്ട്, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് ദൈവം പറയുമ്പോൾ, ദൈവത്തിന്റെ ദൂതൻ നമ്മോട് പറയുമ്പോൾ ഒരു ചോദ്യമുണ്ട്, നാം ദൈവത്തോട് കൂടെയാണോ? നാം ദൈവത്തോട് കൂടെയാണോ? ഈ ക്രിസ്മസിന് ഇനി 2 ദിവസങ്ങൾ മാത്രം അവശേഷിക്കുക. പ്രിയപ്പെട്ട ഒരു ചോദ്യമുണ്ട്, ദൈവം നമ്മോട് കൂടെ, ദൈവത്തിന്റെ ദൂതൻ നമ്മോട് പറയുന്നുണ്ട്, നാം ദൈവത്തിന്റെ കൂടെയാണോ? നാം ദൈവത്തിന്റെ കൂടെയാണെങ്കിൽ രക്ഷകനെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിച്ച വിഷയം ബെത്ലഹേമിലെ ഭവനത്തെ കുറിച്ചാണ്. ഭവനം നമ്മുടെ എല്ലാം ചിന്താ വിഷയമാണല്ലോ. ബെത്ലഹേമിലെ ഭവനത്തിന്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? അപവാദങ്ങളെ ദൈവാശ്രയത്തോടുകൂടെ നേരിട്ട ഭവനമായിരുന്നു ബെത്ലഹേമിലെ ഭവനം. അതുപോലെ തന്നെ പരിമിതമായ